അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് പറയുന്ന ഇസ്മ ചൊല്ലിയിട്ട് വലിയ ധനികനായി മാറിയ ഒരു മഹാനുണ്ട്. ഏത് ഇസ്മ ചൊല്ലിയിട്ടാണ് ആ മഹാൻ ഇത്രയും വലിയ ധനികനായി മാറിയത്? ആ മഹാൻ ആരാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ആ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വീഡിയോ പൂർണ്ണമായും കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. സാമ്പത്തികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ അവരുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റുന്ന ഒരു മഹത്തായിരിക്കുന്ന ഇസ്മിനെയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ സന്തോഷവും റാഹത്തും നൽകുന്ന ഒരു കാര്യമാണ്. മഹാനായ ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം. വലിയ മഹാന്മാരിൽപ്പെട്ട അബൂ അലി സഖഫി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് ബഹുമാനപ്പെട്ട ഷിബിലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ ഉസ്താദായിരിക്കുന്ന അലി സഖഫി റളിയല്ലാഹു അൻഹു പതിവാക്കിയിരുന്ന ഇസ്മ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് തൻ്റെ അനുയായികൾ പറഞ്ഞു കൊടുത്തു, യാ വഹാബ് യാ അല്ലാഹ്, യാ വഹാബ് എന്നുള്ള ഇസ്മിനെയാണ് മഹാനവറുകൾ പതിവാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ വലിയ സമ്പന്നനായിരുന്നു ഈ ഇസ്മ പതിവാക്കിയത് കൊണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷിബിലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും നാം ആത്മാർത്ഥതയോടുകൂടി എല്ലാ ദിവസവും ഈ ഇസ്മിനെ കുറഞ്ഞ സമയമെങ്കിലും ചൊല്ലാൻ വേണ്ടി നാം സമയം കണ്ടെത്തണം. അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർന്നു കിട്ടാൻ അത് നമുക്കൊരു വലിയ കാരണമായി തീരും. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയുന്ന അത്ര ഓരോ ദിവസവും പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നാം ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.